ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മിൽക്കി നട്ട് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്കിതിന് വേണ്ട വാനില സ്പോഞ്ച് ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഗ്രാം പഞ്ചസാര, 160 ഗ്രാം മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് ഓയിൽ, 1/3 കപ്പ് മിൽക്ക്, 4 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പ്. 4 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളു ഉപ്പും ചേർത്ത് മുട്ട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം കുറേശ്ശെ പഞ്ചസാര ചേർത്ത് നല്ല ഫ്ലഫിയായി ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് ചെറുതായി ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിൽക്കും ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ 8 ഇഞ്ച് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡോ ഒഴിച്ചതിന് ശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിലാണ് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തത്. ആ ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ 30 to 35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി കേക്ക് നന്നായി തണുത്തതിന് ശേഷം 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഐസിങ്ങിലേക്ക് പോകാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 4 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും ചേർത്ത് 1 ഡ്രോപ്പ് മിൽക്ക് എസൻസും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് കേക്കിലെ ഫില്ലിങ്ങിനും വെറ്റ് ചെയ്യുന്നതിനും ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ബദാം എടുത്തിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്, പിന്നെ ഷുഗർ സിറപ്പിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുത്ത് വെറ്റ് ചെയ്യാം. അതിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങിന് ആവശ്യമായ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ബദാമും ഇട്ട് കൊടുത്ത് അടുത്ത ലെയറും വെച്ച് കൊടുക്കാം. ഇങ്ങനെ കേക്ക് ഓരോന്നോരോ ലെയറായി 3 ലെയറും വെച്ച് ഫിനിഷ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നല്ല കട്ടിയിൽ തന്നെ കേക്ക് ക്രീം ചെയ്ത് 3 മണിക്കൂർ നല്ല തണുപ്പോടുകൂടി ഫ്രിഡ്ജിലിരിക്കണം. എന്നാൽ മാത്രമേ മുകളിലേക്കുള്ള ഗനാഷ് ഒഴിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ്, 100 ഗ്രാം വിപ്പിംഗ് ക്രീം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 100 ഗ്രാം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യുക. നന്നായി മെൽറ്റായതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഒഴിച്ച് അരിച്ച് ചെറിയ ചൂടോടുകൂടി 3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കേക്ക് എടുത്ത് പുറത്ത് വച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക്
ഒഴിച്ചു കൊടുക്കുക. ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ബോർഡ് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് ആവശ്യമായ നട്ട്സ് കട്ട് ചെയ്ത് വെക്കാം. ഇതിനാവശ്യമായ നട്ട്സ് ഞാൻ എടുത്തിരിക്കുന്നത് ബദാമും അണ്ടിപ്പരിപ്പും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സുമാണ്. ഇനി ഈ നട്ട്സുകളെല്ലാം കേക്കിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിൽക്കി നട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കേക്കാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.